അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കഴക്കൂട്ടത്ത് മേനകുളത്തിൻ്റെ ഭാഗത്തായിട്ടാണ്. അവിടെ ഒരു 3 കിളികൾ ഇരിക്കാണ്ട് കാണാൻ പറ്റുന്നതാണെന്ന് അറിയത്തില്ല. ഇപ്പം 4ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ 20,000 കിലോമീറ്റേഴ്സ് നമ്മളങ്ങനെ ഈ വണ്ടിക്ക് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ നല്ല സീനിക് സ്ഥലം കേട്ടോ, കാണാൻ നല്ല രസമുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് നമ്മുടെ വണ്ടി അങ്ങനെ 20,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു അച്ചീവ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ 10,000 ആയപ്പോൾ എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്തില്ല. പക്ഷേ മെജോറിറ്റി ആൾക്കാരും പറയുന്നുണ്ട് 20,000 കഴിയുമ്പോഴൊക്കെ ചിലവർക്കൊക്കെ എൻജിൻ കംപ്ലൈൻ്റ് ആവുന്ന പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ എനിക്ക് അങ്ങനെ ഒന്നും വരത്തില്ല എന്ന് വിശ്വസിക്കാനേ ഇപ്പോൾ പറ്റത്തുള്ളൂ. സോ എന്തായാലും നമ്മൾ എനിക്ക് ഇപ്പോൾ ഒരു ചാലഞ്ചായിട്ടാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുനടക്കുന്നത്. ഓൾമോസ്റ്റ് 1,00,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഈ വണ്ടിയിൽ അടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാരും ഈ വണ്ടീനെക്കുറിച്ച് എൻജിൻ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ സൈഡിൽ നോക്കുമ്പം തലക്കേടില്ല. ഇപ്പം ഞാൻ എൻജിൻ ഓയിൽ മാറ്റിയിട്ടില്ല. എനിക്ക് എൻജിൻ ഓയിൽ ഇനി എത്രയും പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതായിരിക്കുന്നു. സോ ഇവിടുന്ന് ലെക്ചർ ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ ഞാൻ ഇന്നോ ഇല്ലെങ്കിൽ നാളെ എൻജിൻ ഓയിൽ മാറ്റിയിരിക്കും. സോ അത് കമ്പനി എൻജിൻ ഓയിൽ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഞാൻ വാവലിൻ്റെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എൻജിൻ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം സർവീസിന് കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് ടൈമില്ല. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് സർവീസിന് കൊടുക്കുന്നുള്ളൂ. ഇവിടെ പിന്നെ ഈ കടയോരത്തെ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടും കാര്യമില്ല. ഭയങ്കര മോശമായതുകൊണ്ട് നമുക്ക് അവിടെ കൊടുത്തിട്ടും വലിയ കാര്യമില്ലെന്നേ തോന്നത്തുള്ളൂ. അപ്പോൾ എന്തായാലും എൻജിൻ ഓയിൽ നമുക്ക് ഇന്നോ ഇല്ലെങ്കിൽ നാളെ മാറ്റിയിരിക്കണം. കാരണം അത് കുറച്ച് എമർജൻസിയാണ്. 3,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഒരു 4,000 5,000 കിലോമീറ്ററിനുള്ളിൽ എൻജിൻ ഓയിൽ മാറ്റിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ 3,500 കഴിയാൻ നിൽക്കുന്നില്ല. എന്തായാലും ഇന്നോ നാളെയോ നമ്മൾ എൻജിൻ ഓയിൽ തീർച്ചയായിട്ടും മാറ്റിയിരിക്കും. സോ ഒരു 3,500 കിലോമീറ്റർ ആവുന്ന മുമ്പേ നമ്മൾ എൻജിൻ ഓയിൽ മാറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതാണ് എൻജിന് കുറച്ചുകൂടെ ബെറ്റർ. സോ എന്തായാലും നമ്മൾ എത്ര സൂക്ഷിച്ചുകൊണ്ട് നടന്നാലും വണ്ടിക്ക് പണി തരുമെന്നൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ വണ്ടി എടുത്തതിൽ എനിക്ക് അത്ര റിഗ്രറ്റ് ഒന്നുമില്ല. പെണ്ണുങ്ങളൊരു ബൈക്ക് എടുത്ത് കളയും. ഇപ്പോൾ ഞാൻ ശരിക്കും പെണ്ണുങ്ങൾ ബൈക്ക് ഓടിക്കുന്നത് കാണുന്നത് കേട്ടോ, നല്ലതാണ്. നിർത്തരുത് എനിക്ക് വെള്ളത്തിൽ ചവിട്ടാൻ വയ്യ. പണി കിട്ടിയ എന്തിന് ഇത്ര സ്ലോയിൽ പോകണം? നമുക്കിവിടെ നിർത്താം. ആ ബസ് പോയിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ എനിക്ക് വെള്ളത്തിൽ ചവിട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ആകെ ഒരു സെക്കൻഡ് സർവീസിലാകാണ്ട് ഫസ്റ്റ് സർവീസിലാണ് എന്തോ എൻ്റെ എൻജിൻ്റെ മോളിൽ നിന്ന് ചെറുതായിട്ട് ഓയിലൊന്ന് ലീക്കായി. സോ അത് മാത്രമേ എനിക്ക് ആകെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അത് പിന്നെ അന്ന് തന്നെ മാറുകയും ചെയ്ത്. പിന്നെ അങ്ങനെ എൻജിൻ ലീക്കൊന്നും എനിക്ക് ഇങ്ങനെ അധികം വന്നിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് എൻജിൻ അങ്ങനെ ഒരു പ്രശ്നമില്ല. വണ്ടിക്കും വലുതായിട്ടൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ആകെ എനിക്ക് സർവീസ് സെൻറ്ററിനെ കുറിച്ച് മാത്രമേ മോശം അഭിപ്രായം പറയാനുണ്ടായിരുന്നുള്ളൂ. കാരണം സർവീസ് സെൻറ്റർ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പണി ചെയ്യാനാണ്. എൻ്റെ ഈ ഫോണിൻ്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് 3ാമത്തെ സർവീസ് തൊട്ട് ഞാൻ അവിടെ പറയാൻ തുടങ്ങി. അവരാണെങ്കിൽ WD-40 എടുത്ത് വെച്ച് ഈ ഫോണിൻ്റെ ഈ സ്വിച്ചിൻ്റെ അടിയിൽ അടിച്ച് തരും. സോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ശരിയായി എന്ന് പറയും. അവസാനം ഇപ്പോൾ 7ാമത്തെ സർവീസ് വരെ എത്തി. 7ാമത്തെ സർവീസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ഇത് ഫോണ് പഴയതുപോലെ തന്നെ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരു മെക്കാനിക്ക് വന്ന്
എൻ്റെ മുമ്പേ ഇരുന്ന് ആ ഹോണിൻ്റെ അവിടെ എന്തോ ടൈറ്റ് ചെയ്തപ്പോഴാണ്, വയറും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഹോണിപ്പം തലക്കേടില്ലാതെ കേൾക്കുന്നുണ്ട്. തലക്കേടില്ലാന്നല്ല, ഇപ്പോൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഫോണൊക്കെ എപ്പോഴടിച്ചാലും കേൾക്കുകയും ചെയ്യും. സോ ഒരു വയർ ലൂസായിരുന്നു, ഏതോ ഒരു വയർ ലൂസായത് കൊണ്ടാണ് ഈ ഹോണ് കേൾക്കാത്തത്. സോ ഇവർ നല്ല സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല. വെളിയിൽ നിന്ന് ഒരാളുടെ വണ്ടി കിട്ടും, വെളിയിൽ നിന്നല്ല, ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വണ്ടി എടുത്തത്, എന്നാലും കസ്റ്റമേഴ്സിൻ്റെ ഒരു വണ്ടി കിട്ടുമ്പോഴത്തേക്ക് അവർ അത്ര കെയർ ഒന്നും ചെയ്യത്തില്ല, പ്രോപ്പർ സർവീസ് ഒന്നും ചെയ്യത്തില്ല. നോർമൽ സർവീസ് പോലും ചെയ്യില്ല, പിന്നെയാണ് പ്രോപ്പർ സർവീസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ മോശമായ അഭിപ്രായമാണ് ഈ സർവീസ് സെൻ്ററിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെ നന്നാവുമെന്ന് വിചാരിച്ചാൽ ഇല്ല, അവരൊരിക്കലും നന്നാവാൻ പോണില്ല. എന്തെങ്കിലും ഉടായ്പ ന്യായം പറഞ്ഞ് നിൽക്കുക, അത്രേ ഉള്ളൂ. അവർക്ക് ന്യായം പറഞ്ഞ് അവരുടെ കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് ഇതാ എൻ്റെ ഗിയർ 8ൻ്റെ പണി ഒപ്പിച്ച് തന്നു. എനിക്കിപ്പം ഗിയർ ഡൗൺ ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ഗിയറിൻ്റെ കാര്യം ഞാൻ നോക്കട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും. അപ്പം നമ്മൾ തിരിച്ച് മേനംകുളത്തേക്ക് ഞാൻ പോകാൻ പോയത്. സോ ഞാൻ ആക്ച്വലി കടക്കൊടുത്താണ് പോകാൻ വേണ്ടി ഇരുന്നത്. എനിക്ക് മേനംകുളത്തോട്ട് ഒരു ഓർഡർ അടിച്ച് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഞാനിപ്പം എൻ്റെ പാർട്ട് ടൈമായിട്ട് ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വീഡിയോ കൂടെ എടുക്കുന്നത്. സോ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വലിയ തലക്കേടില്ലാത്ത വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ക്വാളിറ്റി ഞാൻ 1080p റെക്കോർഡ് ചെയ്യുന്നത്. എന്നാലേ എനിക്ക് എൻ്റെ ക്യാമറയുടെ ബാറ്ററി ടൈം എന്ന് പറയുമ്പോൾ ഈ 1080p റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു 1.5 hours അങ്ങോട്ടേ കിട്ടത്തുള്ളൂ. ഓവർ ഹീറ്റ് ആയില്ലെങ്കിൽ 1.5 hours നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. സോ 4K ചെയ്യുമ്പോഴത്തേക്കും 3/4 മണിക്കൂർ അരമണിക്കൂറൊക്കെ കിട്ടുന്നുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 1080p ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും 2.7K അപ്ലോഡ് ചെയ്യും. സോ അതാകുമ്പോൾ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് അല്ല, ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടും. സോ അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വണ്ടിനെ കുറിച്ചാണ്. ഓട്ടോക്കാരന്മാരാണ് ഈ ഫ്രണ്ടിൽ കയറിയിട്ട് ബ്രേക്ക് അടിക്കും, ഇത് തന്നെ പരിപാടി. ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കി, സമ്മതിക്കത്തില്ല. ചുമ്മാ ഫ്രണ്ടിൽ കയറി ബ്രേക്ക് അടിക്കാൻ എന്തിനാണ്? നല്ല ട്രാഫിക് ആയതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സോറി, കുറച്ച്